അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലും സേമിയ ഉപയോഗിച്ചുണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. 2 ലെയറായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് സേമിയ ആണ്. നിങ്ങൾ വറുത്തതല്ല എടുക്കുന്നതെങ്കിൽ ഒന്ന് വറുത്തിട്ടെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് സേമിയ എടുക്കുമ്പോൾ തീരെ കട്ടി കുറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈപ്പ് സേമിയ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഞാൻ ഈ ഒരു സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സേമിയയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് റോസ്റ്റഡ് അല്ലെങ്കിൽ കുറച്ച് സമയം തീയൊന്ന് കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കളർ ആകുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ നമ്മൾ നന്നായിട്ട് ഒന്ന് കുറച്ചിട്ട് കൊടുക്കണേ. കാരണം ഇത് തീരെ കട്ടി കുറഞ്ഞ സേമിയയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. സേമിയ ഇതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ടിയോ കുറച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവ രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പഞ്ചസാരയാണെങ്കിലും ഒന്ന് ചൂടായിട്ടൊന്ന് ഉരുകി കിട്ടണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുമ്പോൾ സേമിയ ഒരുപാട് നമ്മളങ്ങ് വേവിച്ചിട്ട് എടുക്കത്തില്ല കേട്ടോ. അത്യാവശ്യം നമുക്കൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഏത് പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ നെയ്യ് ഈ ഒരു പാത്രത്തിന് എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സേമിയയുടെ മിക്സിയിൽ നിന്ന് പകുതി സേമിയ നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ പകുതി സേമിയകൾ ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിലക്കടലയോ പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി രണ്ടാമത്തെ ലെയർ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 700 ml പാലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. പാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും വരാതെ നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് കുറുക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകി പോവരുത്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പാലിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലും കൊണ്ടുള്ള ഈ ഒരു ലെയർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം കേട്ടോ, അതൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഉറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു സേമിയയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരുപാട് ബലത്തിൽ നമ്മൾ വെച്ച് കൊടുക്കരുത്, പതിയെ ഇതുപോലെ പൊടിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കി വന്ന സേമിയ ഫുള്ള് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 1-2 മണിക്കൂർ നമുക്കിത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. നല്ല രുചി തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സേമിയയും പാലും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.